അയ്യോ തരാം, മരുന്ന് തരാം. നീ വന്നേ, അടുത്തോട്ട് വന്നേ. അയ്യോ ഒരു പ്രശ്നമില്ല സാർ, എന്റെ പരിചയക്കാരനാ, ഒരു പിരി വിട്ടതാ. ബാങ്ക് കാണുമ്പോ ഹോസ്പിറ്റലായിട്ട് തോന്നും, മരുന്ന് വാങ്ങാൻ വേണ്ടി വന്നതാ. ഞാൻ കൊടുത്തിട്ടുണ്ട്, കൊടുത്തു. അനിയൻ ചെല്ല്, സൂക്ഷിച്ചു പോണേ. പോണ വഴിക്ക് ഒരു തൂണുണ്ട്, തലയടിക്കരുത്, ഇളവും. ചെല്ല് ചെല്ല്, ഞാൻ വാങ്ങിച്ചോളാം. നിങ്ങൾ തമ്മിൽ ഇത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് കരുതിയില്ല. സ്നേഹവും ഒരു സ്ത്രീയുടെ കടമ, മറ്റൊരു സ്ത്രീയെ സാമൂഹ്യ വിരുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള കടമ. അത്രേ ഞാൻ ചെയ്തുള്ളൂ, അല്ലാതെ സ്നേഹവും ഇഷ്ടമൊന്നും കൊണ്ടല്ല. അതെ, ഒന്ന് ഷൈൻ ചെയ്യാൻ ഞാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു, അല്ലാതെ പരസ്പര സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. അയ്യോടാ, സ്നേഹിക്കാൻ പറ്റിയൊരു പാർട്ടി. മഹാരാജാവിന്റെയും രാമന്റെയും അന്ത്യകാലം. ഒരു ഒറ്റ മാസം കൊണ്ട് എനിക്ക് പ്രമോഷൻ കിട്ടുമെന്നാ പറഞ്ഞത്. കേട്ടോ വിശ്വേട്ടാ? അതെ നരേട്ടാ, ഞാനുള്ളപ്പോൾ വേറെ ആർക്കും പ്രമോഷൻ ഇല്ലാന്ന് പറഞ്ഞു കേട്ടോ. വെളുക്കാൻ തേച്ചത് പാണ്ടായെന്നാ തോന്നുന്നു. എന്റെ ദൈവമേ, മുമ്പ് ഒരാളിന്റെ ഒച്ച കേട്ടാ മതിയായിരുന്നു, ഇപ്പൊ രണ്ടെണ്ണവും കൂടെ കിടന്നിട്ട് എന്റെ ഈശ്വര എന്നെ അങ്ങ് കൊല്ല്. മാനേജർക്ക് എന്നോട് ഭയങ്കര മതിപ്പായിരുന്നു. ഉത്തരവാദിത്വത്തിന്റെ പര്യായം, അങ്ങനെ എന്നെ കുറിച്ച് പറഞ്ഞേ. ഇവിടെ നീ എന്തൊക്കെയാണോ നടക്കാൻ പോന്നെ? അതെ, അകത്ത് വന്നിരുന്ന് സംസാരിക്കാം. സംസാരം പുറത്തു നിന്ന് തന്നെ വേണം, എന്നാലേ ഉള്ളിലുള്ളത് വ്യക്തമായി പുറത്തേക്ക് വരും. ഉള്ളിലുള്ളത് മാത്രമല്ല, വായിലുള്ള പല്ലും ചിലപ്പോ പുറത്തു വരും. എന്റെ ദൈവമേ, എന്റെ 7 ശനി ഇനി എന്ന് തീരും? എന്റെ അമ്മ, എന്താ മോളെ? കളിച്ചപ്പോ അറിയാതെ കൊണ്ടതാ. മോള് ചേച്ചി ഇല്ല ലാലുക്കുട്ട, ബോള് തരത്തില്ല. കുറെ ദിവസം ഞാൻ ക്ഷമിക്കുക. അത് എന്റെ ബോളാ. അതെ, എനിക്കറിയാം നിന്റെ ബോളാണെന്ന്, അതുകൊണ്ടാ ഞാൻ തരാത്ത. കൊച്ചു കുട്ടികളെ പോലെ ഇനി താ ചേച്ചി. ഇല്ല അനിയ, ഇത് തരുന്നില്ല. പിള്ളേരെ മര്യാദക്ക് വളർത്തണം. ദാ നോക്ക്, എന്റെ മോള് ഇവളിവിടെ ഉണ്ടെന്നുള്ള ഒരു അനക്കം പുറത്ത് കേൾക്കാനുണ്ടോ? ബ്രാഹ്മമുഹൂർത്തം. അതെ, ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണരും, ഇവളെ പഠിപ്പിക്കും. അത് മറ്റുള്ളവരുടെ മോനെക്കാട്ടിലും ഉയർന്ന നിലയിൽ എത്താൻ വേണ്ടിട്ടാ. ഒരു നിലയെ താമസിക്കുന്നവർക്ക് 2 നിലയെ ജീവിക്കുന്നവരെ കാണുമ്പോ ഇത്തിരി അസൂയൊക്കെ തോന്നും എന്റെ ലാലിക്കുട്ടാ. അമ്മ, എന്റെ ബോള് ഞാൻ എന്റെ എടുത്തു വെച്ചിരിക്കുന്നു. വയ്ക്കും, ഇപ്പഴല്ല ഇനി എടുത്തു വെക്കും. ഒരു കുട്ടിക്ക് വീട്ടുകാർ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മര്യാദ അറിയാടാ. അറിയാൻ ലാലിക്കുട്ട, മര്യാദ പഠിപ്പിക്കാൻ അറിയാം. പക്ഷേ ഏത് കാര്യത്തിനും ആദ്യം നമ്മളൊന്ന് ഓങ്ങി വെക്കത്തില്ലയോ? അങ്ങനെ ഞാനൊന്ന് ഓങ്ങി വെച്ചതല്ലയോ എന്റെ ബോള്. പോട്ട മക്കളെ, ഒന്നും കാശ് കൊടുത്ത് വാങ്ങിക്കാൻ സാധിക്കാത്തവരല്ലേ അന്യന്റെ മുതലിൽ കൈവെക്കത്തുള്ളൂ. അത് IPCയുടെ പരിധി വരുന്നതാ കുഞ്ഞേ. നോക്കടാ ലാലുക്കുട്ട, നമ്മുടെ IPC ഇങ്ങനെ ഇരിക്കുന്നേ. മക്കളെ മഹേഷേ, മക്കളിങ് കേറി വാ, ഇങ്ങ് വാ. ബോളങ്ങ് കൊടുക്ക് ചേച്ചി. ഓ, ബോള് കൊടുക്കാൻ ഞാൻ തരത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ലാലിക്കുട്ടനോട് പറയാ, എന്റെ കോമ്പൗണ്ടിൽ വീഴുന്ന ഒരു വസ്തുവും ഉടമസ്ഥന് തിരിച്ചു കിട്ടാൻ പോണില്ല. മക്കളെ കേറി വാടാ. ആ കൊച്ചിനെക്കാട്ടിലും ഇളയതാ. ആ കൂളിംഗ് ക്ലാസ്സുകാരൻ, ആ പാണ്ടി ക്ലാസ്സുകാരെ, അയാൾ ഈ ജമ്മത്ത് ശ്രീലങ്കയിൽ പോകാൻ പോണില്ല, ഉറപ്പാ. കുഞ്ഞ് എഴുതി വെച്ചോ. അപ്പോ ഈ വിസ വിസ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. വെള്ളത്തിൽ പൊങ്ങി കിടക്കാൻ ഒരു പിടിവള്ളി വേണമല്ലോ. അതുപോലെ അളിയന്റെ ചെലവിൽ പറ്റിക്കൂടി കിടക്കാനുള്ള ഒരു പിടിവള്ളിയാണ് ശ്രീലങ്കൻ വിസ.
അല്ലെങ്കിൽ ഇപ്പൊ ചെന്ന് അങ്ങോട്ട് ഇറങ്ങി കൊടുക്കണം ശ്രീലങ്കയില്. ദേഹം മുഴുവൻ ഓട്ടയാട്ടിങ്ങി തിരിച്ചു വരാ. അയ്യോ അതെന്താ? വെടി വെച്ച് പിരുത്ത് കളയില്ലേ തമിഴ് പുലികള്. മിഴുമിഴാന്ന് നോക്കിയിരിക്കുകയല്ലേ തമിഴ് പുലികള്. അതിന്റെ ഇടയിലാണ് വിഷയം പിടിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലാൻ പോണത്. ചുമ്മാ മക്കളെ പുളു. മക്കളെ തൊലി കളഞ്ഞാല് ഇങ്ങോട്ടാ ഞാൻ ചെയ്യാം. ഒന്നും വേണ്ട, എന്റെ ചേച്ചി കഥ പറഞ്ഞോണ്ട് ഇങ്ങനെ നിന്നാ മതി. അപ്പൊ അവർ ശ്രീലങ്കയിൽ പോകത്തില്ലേ? അപ്പൊ അങ്ങനെ ഞാൻ പറയില്ല. പിന്നെ രാത്രിയില് സ്വപ്നത്തെ ശ്രീലങ്കയിലൊക്കെ പോവാല്ലോ. ഈ ചേച്ചിയുടെ ഒരു കാര്യം ഒറ്റ അടി വെച്ചിരുന്നു ഞാൻ. ആ. മക്കളെ ചേച്ചി ഒരു കാര്യം ചോദിച്ചാ കുഞ്ഞ് സത്യം പറയോ? ചേച്ചിയുടെ ചോദ്യത്തിന് എന്നെങ്കിലും ഈ അനിയത്തി കള്ളം പറഞ്ഞിട്ടുണ്ടോ? അതെനിക്കറിയാം. എന്നാലും നമ്മൾ കാര്യങ്ങൾ അകലെ കൂടെ ഒന്ന് ചോദിച്ചറിയണമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ സത്യമേ പറയൂ. ഏതാവുമാര് ചേച്ചി ചോദിക്കണം. പിന്നെ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഉടക്ക് അതിനുള്ള ഏതും എന്താ? എന്താ? സതി ലീലാവതിമാർ തമ്മിലുള്ള വഴക്കിനുള്ള കാരണം അതെന്താണ്? അയ്യോ കുഞ്ഞ്, പേടിക്കണ്ട, എന്റെ ഓർമ്മയുടെ ഓളങ്ങൾ മുഖത്ത് തിരതല്ലിയതാ. ഞാൻ പഴയ കാലത്തേക്കൊന്ന് കൂപ്പ് കുത്തിയതാ. കുഞ്ഞു പറ, എങ്ങനെയാ നിങ്ങളുടെ പരിചയം തുടങ്ങിയേ? ആ പരിചയം വഴക്കിലായത് എങ്ങനെ? പറയാം. അയ്യോ കുഞ്ഞ, മേശ പിന്നെ തുടയ്ക്കാം. അതിനല്ല, സചിത്ര വിവരണമാ ഞാൻ നടത്താൻ പോകുന്നേ. സചിത്ര വിവരണം. സചിത്ര. ഇതാ, ഇത് കണ്ടോ? ഇത് സിറ്റി ഹോസ്പിറ്റൽ. ഇവിടെയാ ഞാനും അവളും ഭൂജാതരായത് ഒരേ ദിവസം. ഇത് കണ്ടോ? ഇതും എന്റെ അവളുടെയും 2 ഭവനങ്ങളായിരുന്നു. അടുത്തടുത്തായിരുന്നു ഞങ്ങളുടെ വീടുകൾ. അയ്യോ, തീപ്പെട്ടി കൂട് പോലത്തെ വീട്. ഇത് കണ്ടോ? പിച്ച വെച്ച് നടന്നു തുടങ്ങിയപ്പോൾ ആദ്യം ഇവിടെ വെച്ച് ഞങ്ങൾ കൂട്ടിയിടിച്ചു. അപ്പോ 1.25 വയസ്സായിരുന്നു ഞങ്ങൾക്ക്. ഇത് കണ്ടോ? ആ ഇടി വരാൻ പോകുന്ന വലിയ ഇടികളുടെ തുടർച്ചയാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഇതാണ് ഞങ്ങൾ പഠിച്ചിരുന്ന LKG സ്കൂൾ. അയ്യോ, സ്കൂളും വീടും ഒരേ വലിപ്പോ? ഇത് നോക്ക്. എങ്ങനെ? ഈ വഴിയിൽ വെച്ചാണ് ലതാകുമാരി ചേച്ചി ഞങ്ങളുടെ ഫൈറ്റ് തുടങ്ങിയത്. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. ടീച്ചർ ഇട്ട് തന്ന ഹോംവർക്ക് ചെയ്ത് കാണിക്കേണ്ട ദിവസം. ഒരു വരമ്പ്, ഒരാൾക്ക് മാത്രം നടക്കാവുന്ന വരമ്പ്. അതിലൂടെ ഞങ്ങൾ വരും. ഞങ്ങൾക്കറിയാം, ഒരാൾ ഒഴിഞ്ഞു കൊടുത്താലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഒഴിഞ്ഞു കൊടുക്കില്ലല്ലേ? ആ, ചിലപ്പോൾ പിണങ്ങി നിൽക്കുന്ന ഞങ്ങളെ ആരെങ്കിലും യോജിപ്പിക്കാൻ നോക്കും. പക്ഷെ അപ്പോഴും ഞങ്ങൾ വാശി വിടില്ല.
അവിടുന്ന് മത്സരങ്ങളുടെ ഒരു കാലം തുടങ്ങുമായിരുന്നു. ഇതായിരുന്നു ഞങ്ങൾ പഠിച്ച കോളേജ്. അയ്യോ, സതികുഞ്ഞ് പഠിച്ച ചതുര കോളേജ്, ഇത് വട്ട കോളേജ്. ആ കോളേജിൽ നിന്നാണ് വട്ടം ചുറ്റിക്കൽ തുടങ്ങിയത്. എനിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയാം, അവൾക്കറിയില്ല. അതിൻ്റെ വാശിക്ക് അവൾ എൻ്റെ സൈക്കിളിൻ്റെ കാറ്റൂരിവിടും. അതൊരു പതിവായിരുന്നു. അങ്ങനെ വെക്കേഷൻ വന്നു. സാധാരണ കൂട്ടുകാരികൾ പിരിയുമ്പോൾ യാത്ര പറച്ചിലും കണ്ണീരും ഒക്കെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾ പിരിഞ്ഞപ്പോൾ
വെച്ചിട്ടുണ്ട് നിനക്ക് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് പോടി. അങ്ങനെ ആ വൈരാഗ്യം വളർന്ന് പടർന്നു ഇതുവരെ എത്തില്ല ചേച്ചി. എന്താണെന്നറിയില്ല, അവളെ കാണുമ്പോ അപ്പൊ തുടങ്ങും എനിക്കൊരു വിറയല്. പിന്നെ കണ്ണ് കണ്ടൂടാ, കണ്ണിനൊക്കെ ഒരു മൂടല് പോലെ. അയ്യോ, കണ്ണുകൊണ്ട് പരിശോധിക്കണം കുഞ്ഞെ. പിന്നെ ഏത് കാര്യത്തിനും എനിക്കൊരു കൂട്ടായിട്ടല്ല ചേച്ചി വേണം. എന്നാലും എന്റെ കുഞ്ഞ് കണ്ണിച്ചോരയില്ലാതെ പറഞ്ഞു കളഞ്ഞല്ലോ. എന്താ ചേച്ചി എന്റെ കൂടെ നിക്കില്ലേ? സ്വന്തം ചേച്ചിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന എന്നോട് ഒരു അപേക്ഷ പോലെ ചോദിക്കുന്നല്ലോ എന്ന വിഷമം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ചേച്ചി എന്നും കുഞ്ഞിനോടൊപ്പമാ. വശത്താക്കാൻ വേണ്ടി അപ്പുറത്തെ സതികൊച്ചു കുറെ കളിച്ചതാ. ആദ്യം വാക്കുകൊണ്ട് സ്വാധീനിക്കാൻ നോക്കി, പിന്നെ ദേ കാശി ഒന്ന് വശത്താക്കാൻ നോക്കി. നേരോ ഈശ്വര, എന്നിട്ട് എത്ര രൂപയാണെന്നൊന്നും ഞാൻ നോക്കിയില്ല. ദേ കുഞ്ഞെ, ലതാകുമാരിയുടെ വിശ്വാസത്തിന് വില പറയരുത് എന്നൊരൊറ്റ പറച്ചിലും പറഞ്ഞു. പിന്നെ എന്നെ സ്വാധീനിക്കാൻ വന്നിട്ടില്ല. നിർത്തേണ്ടവരെ നിലയ്ക്ക് നിർത്താൻ ഈ ലതാകുമാരിക്കറിയാം. നോക്കിക്കോണം, അപ്പുറത്തെ ന്യൂസൊക്കെ അപ്പം ഞാൻ ഇവിടെ എത്തിക്കും. അയ്യോ സ്വാധീനിക്കാൻ വേണ്ടിട്ടൊന്നുമല്ല. അയ്യോ, ഒരു സ്നേഹത്തിന് വേണ്ടിയാ. സ്നേഹത്തിനാണേ, സ്നേഹത്തിന് വേണ്ടി മാത്രമാണേ. അങ്ങനെയാണെങ്കിലേ ചേച്ചി ഇത് വാങ്ങി. ഇനി വന്നേ, ചേച്ചിക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലേ? ഇത് സ്നേഹത്തിന് വേണ്ടി മാത്രാ. ആ പിന്നെ ചേച്ചി, അപ്പുറത്തെ കാര്യങ്ങളൊക്കെ അറിയിക്കും കുഞ്ഞെ, അതൊക്കെ ഞാൻ അപ്പം അറിയിക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ചെറിയ നെറ്റി ദേവഗണം തന്നെ, ദേവഗണം. അപ്പൊ ചേച്ചി പോയിട്ട് വരാം. കുഞ്ഞിഷ്ണ, ചേച്ചി പറഞ്ഞത് കേട്ടോ, ഞാൻ നീ ഒരേ ഗണമാണെന്ന്. ദേവഗണം.